we want to try and understand a little bit of what it is to have the spirit of the cross in our lives. ക്രൂശിന്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നവന് എന്താണ് എന്ന് ആത്മമായി മനസ്സിലാക്കുവാൻ ഈ സമയം നമുക്ക് ഉപയോഗിക്കും. The cross is an instrument by which God takes away all the hardness from our spirits. നമ്മുടെ ആത്മാക്കളിൽ നിന്ന് എല്ലാ തരത്തിലുള്ള കാഠിന്യവും നീക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന ഉപകരണമാണ് യഥാർത്ഥത്തിൽ ക്രൂശ്. As human beings, we are very hard people. മനുഷ്യരായ നാം സ്വാഭാവികമായി വളരെ കഠിന ഹൃദയരാണ്. We are very hard on our wives, hard on our husbands. നമ്മുടെ ഭാര്യമാരോട് നാം പലപ്പോഴും വളരെ കാഠിന്യത്തോടെ പെരുമാറുന്നവരാണ്. ഭർത്താക്കന്മാരോട് ഭാര്യമാരും പലപ്പോഴും അങ്ങനെയാണ്. Hard on our children. നമ്മുടെ കുഞ്ഞുങ്ങളോട് പലപ്പോഴും നാം കാഠിന്യത്തോടെ സംസാരിക്കുന്നവരാണ്. Elder brothers are hard on the people to whom they preach. മൂത്ത സഹോദരന്മാർ പലപ്പോഴും അവര് ആരോടാണോ അതിന് സംസാരിക്കുന്നത് ആ സഭാജനത്തോട് വളരെ കഠിനമായി പെരുമാറുന്നവരാണ്. We are hard on a lot of people we deal with. We are hard on people with whom we deal with. നാം അനുദിന ജീവിതത്തിൽ ഇടപെടുന്ന പലരോടും നാം വളരെ കാഠിന്യമുള്ളവരാണ്. If we have servants at home, we are hard on them. വീട്ടില് ജോലിയിൽ നമ്മെ സഹായിക്കുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടും പലപ്പോഴും കഠിനമായിട്ടാണ് പെരുമാറാറുള്ളത്. But we don't like it ourselves when people are hard on us. എന്നാൽ ഏറ്റവും അത്ഭുതകരമായ കാര്യം മറ്റാരെങ്കിലും മനുഷ്യർ നമ്മോട് ഹൃദയകാഠിന്യത്തോടെ ഇടപെട്ടാൽ നമുക്ക് ശേഷം ഇഷ്ടമല്ല. How do you know that you really understood the message of the cross? ക്രൂശിന്റെ സന്ദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നെങ്ങനെ ഉറപ്പാക്കാൻ കഴിയും? You will become very tender. നിങ്ങൾ ഈ സന്ദേശം യഥാർത്ഥത്തിൽ നിങ്ങൾ ഉള്ളിലാക്കിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ കുറച്ചുകൂടെ മൃദുലമായി മറ്റുള്ളവരോട് ഇടപെടുന്നത്, നിങ്ങൾക്ക് മറ്റുള്ളവരോട് കരുണ ഉള്ളവരായിരിക്കും, മനസ്സിലുള്ളവരായിരിക്കും. പരീശന്മാരോട് യേശുവിനുണ്ടായിരുന്ന എതിർപ്പ് ഈ കാര്യത്തിലായിരുന്നു. The Pharisees were so critical of everybody. പരീശന്മാർ എല്ലാവരോടും വളരെ വിമർശന ബുദ്ധിയോടെ പെരുമാറി. Something was wrong with everybody in that. അവരെ കണ്ടുമുട്ടുന്ന എല്ലാവരിലും എന്തെങ്കിലും കുഴപ്പമുണ്ട്. It's a mark of a Pharisee. അത് പരീശന്റെ ഒരു അടയാളമാണ്. You can hardly find any good in anybody except himself. തന്റെ സ്വന്തം ജീവിതത്തിലല്ലാതെ മറ്റൊരുവരിലും ഒരു നന്മയും കണ്ടെത്തുവാൻ കഴിയാത്ത മനോഭാവം. And even when the Son of God, Jesus, walked on the earth, they found fault with him. ദൈവനായകനായ യേശു ഭൂമിയിൽ നടന്ന ആ കാലഘട്ടത്തിൽ യേശുവിന്റെ ജീവിതത്തിൽ പോലും അവർക്ക് കുറ്റം കണ്ടെത്തുവാൻ എളുപ്പമായിരുന്നു. They were always criticizing him for something or the other. ഒരു കാര്യത്തിന് അല്ലെങ്കിൽ മറ്റൊന്നിന് യേശുവിനെ എപ്പോഴും വിമർശിച്ചിരുന്നവരായിരുന്നു പരീശന്മാർ. They tried to bring a division between his disciples and him. തന്റെ ശിഷ്യന്മാർക്കും യേശുവിനും ഇടയിൽ ഒരു ഭിന്നത കൊണ്ടുവരുവാൻ അവർ പരിശ്രമിച്ചു. They said in verse 11 here, Matthew 9:11, why is your disciple, why is your teacher eating with only tax collectors and sinners? മത്തായി സുവിശേഷം 9:11 വാക്യത്തില് പരീശന്മാർ അവന്റെ യേശുവിന്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത്? And Jesus heard. യേശു അത് കേട്ടു. So he said, he was very sarcastic there, and he said, you people are all healthy, you don't need a doctor. Only these sick people need a doctor. പരീശന്മാരുടെ ഈ ചോദ്യം അതില് അവരുടെ മനസ്സിലേക്ക് പറഞ്ഞ യേശു പരിഹാസ രൂപത്തിൽ അവരോട് പറയുകയാണ്, നിങ്ങളൊക്കെ നല്ല സൗഖ്യമുള്ളവരാണ്, രോഗികളായവർക്കല്ലേ വൈദ്യനെ ആവശ്യമുള്ളൂ. Those Pharisees were the sickest of all. യഥാർത്ഥത്തിൽ അന്നത്തെ പരീശന്മാരായിരുന്നു ആത്മീയമായി പറഞ്ഞാൽ ഏറ്റവും അധികം രോഗാതുരർ. Those who are always critical of others are the sickest people in the world. എപ്പോഴും മറ്റുള്ളവരെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ലോകത്തിലേക്കും രോഗം ബാധിച്ചവർ. ആത്മീയ ഭാഷയിൽ Supposing I ask you married sisters a question,
വിവാഹിതരായ സഹോദരന്മാരോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. I give you a paper, can you quickly write down 5 good things about your husband? ഒരു കടലാസും പേനയും നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് വേഗത്തിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ച് 5 നല്ല കാര്യങ്ങൾ എഴുതാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ ഈ 5 കാര്യങ്ങൾ എഴുതാനായിട്ട് ഒരു തല തുറഞ്ഞ 1/2 മണിക്കൂർ നിങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വന്നാൽ, നിങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. വേറൊരു കടലാസും പേനയും തന്നിട്ട് ഒരു 5 മോശമായ കാര്യങ്ങൾ, കുറ്റങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ എഴുതാൻ പറഞ്ഞാൽ, ഭാര്യമാർക്ക് മാത്രമല്ല ഭർത്താവിനും ജീവിത പങ്കാളിയെ കുറിച്ച് ഇതുപോലെയുള്ള ഒരു ടെസ്റ്റ് നടത്തിയാൽ, എല്ലാവർക്കും കടലാസ് തരാൻ നിങ്ങൾ പ്രായോഗികമല്ലല്ലോ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ജീവിത പങ്കാളിയെ കുറിച്ച് 5 നല്ല കാര്യങ്ങൾ വേഗത്തിൽ ഒന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ? നിങ്ങളുടെ സഭയിലെ മൂപ്പന്മാരെ കുറിച്ച് 5 നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? അത് ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ മക്കളെ കുറിച്ചോ? നിങ്ങളുടെ മക്കളെ കുറിച്ചോ, ഭർത്താക്കന്മാരെ കുറിച്ചോ, ഭാര്യമാരെ കുറിച്ചോ, സഭയിലെ മൂപ്പന്മാരെ കുറിച്ചോ 5 കുറ്റങ്ങൾ ഒന്ന് ചിന്തിക്കാൻ ശ്രമിച്ചു നോക്കിയേ. വളരെ എളുപ്പമാണ് എന്ന് നമ്മൾ പലരും കണ്ടെത്തി കഴിഞ്ഞു. അത് കാണിക്കുന്നത് അടിസ്ഥാനപരമായി നമ്മളിലുള്ളതായിരിക്കുന്ന ഹൃദയ കാഠിന്യത്തെയാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ട് പ്രവൃത്തി ചെയ്തിട്ടില്ല എന്നാണ് അത് കാണിക്കുന്നത്. കർത്താവിനായ പുരുഷൻ നാം പല ത്യാഗങ്ങളും സഹിച്ചവരായിരിക്കാം. ഈ പരീക്ഷന്മാരോട് യേശു പറഞ്ഞ മറുപടി ശ്രദ്ധിക്കുക. Go, verse 13, go and learn the meaning of this verse. I desire compassion and not sacrifice. ഞാൻ ആവശ്യപ്പെടുന്ന യാഗമല്ല, കരുണയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്, അതിലാണ് ഞാൻ പ്രസാദിക്കുന്നത് എന്നുള്ള കാര്യം എന്താണെന്ന് നിങ്ങൾ പോയി പഠിപ്പി. യേശു പരീക്ഷന്മാർ ഹോശേയ പ്രവചനത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ് യേശു പരീക്ഷന്മാരോട് പറഞ്ഞത്. പ്രവാചകനായ ഹോശേയാവിന് യഥാർത്ഥത്തിലുള്ള കരുണ, മനസ്സലിവ് എന്താണെന്ന് കർത്താവ് എങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് അറിയാമോ? ഹോശേയ പ്രവചനം 6:6 യേശുവിടെ ഉദ്ധരിച്ചത്. God was trying to teach Hosea the tremendous compassion he had for a wayward nation like Israel. ഇസ്രായേലിനെ പോലെ വഴിതെറ്റിപ്പോയ ഒരു രാഷ്ട്രത്തോട് സ്വർഗത്തിലെ ദൈവത്തിന് എന്തുമാത്രം കരുണ ഉണ്ടായിരുന്നുവെന്ന് ഹോശേയയെ മനസ്സിലാക്കുവാൻ ദൈവം ശ്രമിക്കുകയായിരുന്നു. ഹോശേയയോട് പറഞ്ഞു, എന്റെ ജനത്തോട് നീ ഈ സന്ദേശം പ്രസംഗിക്കണം. You will never be able to preach it with my spirit until you go through some real problems in your life. എന്റെ ആത്മാവിനാൽ എന്റെ കരുണയെക്കുറിച്ച് നിനക്ക് ജനത്തോട് സംസാരിക്കണമെങ്കിൽ നിന്റെ സ്വന്തം ജീവിതത്തിൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വിവിധ കഷ്ടങ്ങളിലൂടെ നീ കടന്നു പോകേണ്ട ആവശ്യമുണ്ട്. So he asked him to go and marry a very immoral woman. അതുകൊണ്ട് ദൈവം വളരെ വിചിത്രമെന്ന് തോന്നാവുന്ന ഒരു കാര്യം ഹോശേയ അവനോട് ആവശ്യപ്പെട്ടു. ഒരു ദുർമാർഗിയായ വഴിപിഴച്ചുപോയ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ പറഞ്ഞു. He told him, Hosea, right in chapter 1, your wife is going to produce children to other men. വിവാഹം കഴിക്കപ്പെട്ട ആ സ്ത്രീയെ കുറിച്ച് 1-ാം അധ്യായത്തിൽ തന്നെ ദൈവം പ്രവാചകനോട് പറഞ്ഞു, നിന്റെ ഭാര്യ, നീ വിവാഹം കഴിച്ചിരിക്കുന്ന ഭാര്യ പല പുരുഷന്മാരിലൂടെ സന്താനങ്ങളെ ജനിപ്പിക്കുവാൻ പോവുകയാണ്. എന്നാലും നീ അവളെ സ്നേഹിച്ചുകൊണ്ടിരിക്കണം. അവൾ നിന്നെ വിട്ട് പിരിയുമ്പോഴും അവൾ മടങ്ങി വരുമ്പോഴും അവളെ സ്വീകരിക്കുകയും അവളെ തുടർന്ന് സ്നേഹിക്കുകയും ചെയ്യണം. പഴയ കാലത്ത് ഒരു പ്രവാചകനായിരിക്കുന്നത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. പുതിയ നിയമത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. അനേക പരിശോധനകളിലൂടെ കഷ്ടങ്ങളിലൂടെ പ്രവാചകന്മാർക്ക് കടന്നു പോകേണ്ടിയിരുന്നു. ദുസ്വഭാവിയായിരിക്കുന്ന ഈ ഭാര്യയെ സ്നേഹിക്കുവാൻ ഹോശേയ പഠിച്ചപ്പോൾ
he understood something of the compassion of God for Israel. ദൈവത്തിന് ജനത്തോടുള്ളതായിരിക്കുന്ന മനസ്സിലവിനെ കുറിച്ച് ചില അടിസ്ഥാന പാഠങ്ങൾ ഹോശേയാവിൽ ലഭിച്ചു. The Lord told Hosea, that is how I love Israel, which is like an unfaithful wife all the time. പരസംഗം ചെയ്യുന്ന ഒരു സ്ത്രീയെ പോലെ, ഭാര്യയെ പോലെ വഴിതെറ്റിപ്പോയ എന്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഇങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന് ദൈവം ഹോശേയാവിന് മനസ്സിലാക്കി കൊടുത്തു. And he sent this message to the leaders in Israel, go and learn what it means. I want compassion, not sacrifice. ദൈവം ഇസ്രായേലിന്റെ മുമ്പന്മാർക്ക് നൽകിയ സന്ദേശം നിങ്ങളും പഠിക്കണം. എന്താണ് ഞാൻ അന്വേഷിക്കുന്നത്? ഞാൻ യാഗമല്ല, ത്യാഗമല്ല, മറിച്ച് കരുണയാണ് ആഗ്രഹിക്കുന്നത്. And that is what all elder brothers need to learn. സഭയിലാത്ത ഉത്തരവാദിത്തമുള്ള എല്ലാ സഹോദരന്മാരും നിശ്ചയമായി പഠിച്ചിരിക്കേണ്ട പാഠം ഇതാണ്. If you look at God's people with a critical attitude, you are unfit to be their leader. ദൈവത്തിന്റെ ജനത്തെ വിമർശന ബുദ്ധിയോടെ സദാ കാണുന്ന ഒരു മൂപ്പനും ഒരു സഭയുടെ ഉത്തരവാദിത്വം വഹിപ്പാൻ യോഗ്യനല്ല. The Bible says that God pities us, Psalm 103, like a father has compassion on his children. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെയാണ് യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നത് എന്ന് 103-ാം സങ്കീർത്തനം പറയുന്നു. Psalm 103 verse 13. 103-ാം സങ്കീർത്തനത്തിന്റെ 13-ാം വാക്യത്തിലാണ് നാം അത് വായിക്കുന്നത്. Many of you are fathers and mothers. എന്നെ കേൾക്കുന്ന നിങ്ങൾ പലരും പിതാക്കന്മാരോ മാതാക്കളോ ആണ്. You look at your children with compassion. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മനസ്സിലൂടെ കരുണയോടെയല്ലേ നോക്കുന്നത്? It says in Hebrews in chapter 5. എബ്രായലേഖനം 5-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, that to be a leader of God's people. ദൈവത്തിന്റെ ജനത്തിന്റെ ഒരു നേതാവായിരിക്കുവാൻ. That's not only referring to an elder. അത് ഒരു സഭയുടെ മൂപ്പനെ കുറിച്ച് മാത്രമല്ല. It's referring to a father and mother who are leaders of their children. മക്കളുടെ മാതൃക നേതാക്കളായിരിക്കുന്ന മാതാപിതാക്കന്മാരെ കുറിച്ചും സത്യമാണ്. And even if you're not an elder, if you're an older person, there are many people younger than you in the church. നിങ്ങൾ സഭയുടെ ഒരു മൂപ്പനായിരിക്കണമെന്നില്ല. നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞ പലരുടെയും ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരു സഹോദരനോ സഹോദരിയുമായിരിക്കാം. We all have people younger than us. നമ്മെക്കാളും പ്രായം കുറഞ്ഞ അനേകർ നമ്മുടെ സഭയിൽ തന്നെ ഇല്ലേ? And we have to be leaders for them. അങ്ങനെ നമ്മെക്കാളും ഇളയവരായിരിക്കുന്നവർക്ക് നായകസ്ഥാനം നേതൃത്വം നൽകുവാൻ ദൈവം നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നുണ്ട്. Many of you young men and women, you know all these children who are your elders to them. അതുപോലെ ചെറുപ്പക്കാരായ സഹോദരങ്ങളെ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ സഭയിലുള്ള കൊച്ചു കുട്ടികള് അവർക്ക് നേതൃത്വം കൊടുക്കുവാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. So to be a leader, it says here, he must, Hebrews 5 verse 2, he must deal gently with the ignorant and misguided, because he himself is beset with weakness. താൻ തന്നെ ബലഹീനത കൊണ്ടവനാകുന്നതുകൊണ്ട് അറിവില്ലാത്തവരോടും വഴിതെറ്റി പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനായിരിക്കണം മഹാപുരോഹിതൻ. A hard man or woman forgets that they themselves are full of weaknesses. ഹൃദയകാഠിന്യമുള്ള ഏതൊരു വ്യക്തിയും മറന്നുപോകുന്ന ഒരു സത്യം ഇതാണ്, അവർ തന്നെ ബലഹീനത അപൂർണതയുള്ളവരാണ് എന്നുള്ളത്. If you remember your own weakness, you will never be hard on other people. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിന്റെ ബലഹീനതയെക്കുറിച്ച് നിങ്ങൾ ബോധമുള്ളവരാണെന്നവരിൽ നിങ്ങൾക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ മേലെ കാഠിന്യത്തോടെ പെരുമാറുവാൻ കഴിയുകയില്ല. Isn't it amazing that the Almighty God, who is so perfect, can bear with weak people like us? എത്രയോ അത്ഭുതകരമായിരിക്കുന്ന കാര്യമാണിത്. ഒരു കുറവുമില്ലാത്ത സമ്പൂർണനായിരിക്കുന്ന മഹാദൈവത്തിന് നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയുന്നു എന്നുള്ളത്. നമ്മളിലുള്ള പാപത്തിന്റെ അളവ് എത്രയോ വലുതായിരിക്കുമ്പോൾ തന്നെ നമ്മെ സഹതാപത്തോടെ സഹിപ്പാൻ കഴിയുന്ന പൂർണ്ണതയുള്ള ദൈവം. എന്നാൽ പാപം നിറഞ്ഞിരിക്കുന്ന നമുക്ക് മറ്റൊരു വ്യക്തിയുടെ ബലഹീനത സഹിപ്പാൻ എത്ര ബുദ്ധിമുട്ട്. ദൈവം കരുണ നിറഞ്ഞവനാണ്. പിശാചിന്റെ സ്വഭാവം കാഠിന്യമാണ്. നാം അധികം ഹൃദയകാഠിന്യമുള്ളവരാകും തോറും പിശാചിനോട് അടുക്കുകയാണ്. സഹോദരന്മാരെ കുറ്റം ചുമത്തുന്നവൻ എന്ന പിശാചിനെ എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? അത്ര ഹൃദയ കാഠിന്യമുള്ള വ്യക്തിയാണ് സാത്താൻ. അവൻ പാപം നിറഞ്ഞവനാണ്.
മറ്റുള്ളവരുടെ പാപം വിരൽ ചൂണ്ടി കാണിക്കുവാൻ അവൻ എന്തൊരു താല്പര്യമാണെന്നറിയാം. It is the one who has got maximum sin who is quick to point out sin in others. സാത്താനെ നിങ്ങൾ ഓർക്കുക, ഏറ്റവും അധികം പാപമുള്ളവനാണ് മറ്റുള്ളവരുടെ കുറ്റം ചൂണ്ടിക്കാണിക്കുവാൻ ഏറ്റവും തിടുക്കമുള്ളത്. What about Jesus who has no sin in him? What does he do? പാപമില്ലാതിരുന്ന യേശുവിന്റെ അനുഭവം എന്തായിരുന്നു? അവൻ എന്താ ചെയ്തത്? He prays for people who are fallen. വീഴ്ച സംഭവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പിതാവിനോട് പക്ഷവാദം ചെയ്യുന്ന യേശു. He is not an accuser, he is an intercessor. കുറ്റം ചുമത്തുന്നവരല്ല, മറിച്ച് പക്ഷവാദം ചെയ്യുന്നവരായിട്ടാണ് യേശുവിനെ നാം കാണുന്നത്. I want to say to all of you, you can hear about the cross for years, but if you accuse people, you are pretty close to the devil. ഞാൻ നിങ്ങളെല്ലാവരോടും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വർഷങ്ങളോളം ക്രൂശിന്റെ സന്ദേശം കേട്ടുകൊണ്ടേയിരിക്കാം. എന്നാൽ മറ്റുള്ളവരെ കുറ്റം ചുമത്തുന്ന ആത്മാവിൽ നിങ്ങൾ സ്വതന്ത്രരല്ലെന്ന് വരികയും നിങ്ങളുടെ ജീവിതത്തിൽ കേൾവി നിങ്ങളെ സഹായിക്കുകയില്ല. ഏറ്റവും വലിയ വഞ്ചന എന്താണെന്ന് അറിയാമോ? ഇങ്ങനെ തുടർമാനമായ വിമർശനത്തിന്റെ ആത്മാവിൽ തുടരുമ്പോഴും നിങ്ങൾ ഏറ്റവും ആത്മീയരായ വ്യക്തികളാണെന്ന് ധരിച്ച് നിങ്ങൾക്ക് ജീവിക്കുവാനും കഴിയും. കർത്താവായ യേശുവിനോട് നിങ്ങൾ ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് തിരിച്ചറിയുവാനുള്ള തെറ്റിപ്പോകാത്ത അടയാളം ഇതാണ്. നിങ്ങളുടെ ഹൃദയം നാൾക്കുനാൾ അധികം കരുണയിലും മനസ്സിലും വളരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് സമസൃഷ്ടികളോട് കരുണയും മനസ്സിലും എന്ന് വരികയിൽ കർത്താവിന് വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുള്ള എടുത്തിട്ടുള്ള ത്യാഗങ്ങൾക്കെല്ലാം വിലയില്ല. വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ കഥ നിങ്ങൾ ന്യായപ്രമാണം അനുസരിച്ച് സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ അവരെല്ലാം തയ്യാറായി നിൽക്കുകയായിരുന്നു. അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത് പാപമായിരുന്നു. നിശ്ചയമായും അവൾ ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച് മരണയോഗ്യയാണ്. നിങ്ങൾ ആരെയൊക്കെയാണോ വിമർശിക്കുന്നത് അവർ ചെയ്യുന്നത് ശരിയാണെന്ന് ഞാൻ പറയുന്നത് തെറ്റാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഭർത്താവ് ചെയ്ത കാര്യം തെറ്റായിരിക്കും. ഈ പ്രത്യേക കാര്യത്തിൽ നിന്റെ ഭാര്യ തെറ്റിപ്പോയി. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നിന്റെ ഭാര്യയോ ഭർത്താവോ തെറ്റിയിരിക്കുമ്പോൾ അവനോടുള്ള നിന്റെ മനോഭാവം അവരുടെ തെറ്റിനേക്കാളും 10 മടങ്ങ് ഗുരുതരമായ തെറ്റാണ്, പാപമാണ്. ആത്മീയരല്ല, ഇവർ മതഭക്തരായി തുടരുന്നവരുടെ തെറ്റിപ്പോകാത്ത ഒരു അടയാളം മറ്റുള്ള മനുഷ്യരോടുള്ള അവരുടെ ഹൃദയ കാഠിന്യമാണ്. അവര് വളരെ ആത്മീയരാണെന്ന് ഭാവിച്ച് ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള നിരവധി പേരെ വിശ്വാസലോകത്തിലാണെങ്കിൽ അതിന് നിരവധി ആളുകളെ എന്റെ ജീവിതത്തിൽ എനിക്ക് കണ്ടുമുട്ടുന്നതിന്റെ മതഭക്തരായിരിക്കുന്ന ഭാര്യമാർ സദാസമയം ഭർത്താവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവന്റെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഭാര്യമാർ. അവർ സദാ പ്രാർത്ഥനയിലും ദൈവവചനമായ സമയം ചെലവഴിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഭാര്യമാരോട് ഭർത്താക്കന്മാരോട് പറയാനുള്ളത്, ഞാൻ നിന്റെ ജീവിതത്തിൽ എന്ന് ആവശ്യപ്പെടുന്നത് ഈ കാര്യങ്ങളല്ല, മറിച്ച് കരുണയാണ്. മതഭക്തരായിരിക്കുന്ന അനേക ഭർത്താക്കന്മാരോട് ഭാര്യമാരോട് അവരുടെ കാഠിന്യം വളരെ വലുതാണ്. അവർ മതഭക്തരാണ്. People like that and their partners will never get converted in 100 years. അങ്ങനെയുള്ള മതഭക്തരായിരിക്കുന്ന പല ഭർത്താക്കന്മാരെ എനിക്കറിയാം. 100 വർഷം കഴിഞ്ഞാലും അവരുടെ ഭാര്യമാരെ ഒരിക്കലും കർത്താവിന്റെ വഴി അറിയുകയില്ല. There are sisters who come to me and say, "Oh brother, please pray for my husband, he's unconverted." മനസ്സന്തരപ്പെട്ടില്ലാത്ത എന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നുള്ള അപേക്ഷയുമായി എന്റെ അടുക്കൽ പല സഹോദരിമാരെ കടന്നു. I look at these sisters and I can see your husband is not converted because of you. പല സഹോദരിമാരെയും ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് അവരോട് പറയേണ്ടി വരുന്നത്, സഹോദരി, നിന്റെ കർത്താവിന്റെ വഴിയിലേക്ക് വന്നിട്ടില്ലെന്ന് വരിക, അതിന്റെ കാരണക്കാരൻ നീ തന്നെയാണ്. പിന്നെ ഹൃദയകാഠിന്യമുള്ള പരീക്ഷ മനോഭാവം കൊണ്ട് നിന്റെ കർത്താവിനെ അറിയുന്ന വഴി തടയപ്പെട്ടിരിക്കുകയാണ്. നിന്റെ കർത്താവിനെ കുറ്റപ്പെടുത്തുന്നത് നിർത്തുക. നീ നിന്നെ തന്നെ വിധിക്കുന്ന തുടങ്ങുക. നിന്റെ ഭാര്യയെ കുറ്റപ്പെടുത്തുന്നത് നിർത്തുക. ഭർത്താവായ സഹോദര, നിന്നെ തന്നെ വിധിക്കുന്ന കാര്യം തുടങ്ങുക.
ക്രൂശ് ദൈവത്തിന് തന്നെ ജനത്തോടുള്ള മനസ്സലിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. And I know that the cross has done a work in my life and I have compassion on others. എനിക്ക് മറ്റുള്ളവരോട് കരുണ ഉണ്ടായിരിക്കുമ്പോഴാണ് ക്രൂശ് എന്റെ ജീവിതത്തിൽ ഒരു പ്രവൃത്തി ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. Think of this verse in Luke's Gospel. ലൂക്കോസിന്റെ സുവിശേഷത്തില് ഈ വാക്യമാണ് ഞാൻ ഓർക്കുന്നത്. I try to picture this in my mind. എന്റെ മനസ്സില് ഈ ചിത്രം കാണുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. Luke chapter 19. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം. You know, this is at the end of Jesus' ministry. This preached for 3.5 years in Jerusalem. 3.5 വർഷക്കാലത്തെ യേശുവിന്റെ പരസ്യശുശ്രൂഷയുടെ അവസാന ഘട്ടമാണിത്. He just came riding on a donkey 6 days before his crucifixion. തന്റെ ക്രൂശീകരണത്തിന് 6 ദിവസം മുൻപ് ഒരു കഴുതയുടെ പുറത്ത് യാത്ര ചെയ്തുകൊണ്ട് യെരൂശലേമിലേക്ക് വന്ന സന്ദർഭം. That's what we read in the last two verses there. അദ്ദേഹത്തിന്റെ ഒടുവിലത്തെ ചില വാക്യങ്ങളിൽ നാം യേശുവിന്റെ യെരൂശലേമിലേക്കുള്ള പ്രവേശനമാണ് വായിക്കുന്നത്. And then when he came to the city, യെരൂശലേം പട്ടണത്തിന്റെ അടുത്തേക്ക് യേശു വന്നപ്പോൾ verse 41, 41-ാം വാക്യം, he started weeping. യേശു കരയാൻ തുടങ്ങിയെന്നാണ് നാം കാണുന്നത്. Can you picture that? I tried to picture that in my mind. എന്റെ മനസ്സില് ആ സന്ദർഭത്തെ ഭാവനയിൽ കാണുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. They come on this donkey. കഴുതപ്പുറത്ത് യാത്ര ചെയ്ത യേശു യെരൂശലേം പട്ടണത്തിലേക്ക് വരികയാണ്. Approached Jerusalem. യെരൂശലേമിന്റെ അടുത്ത കർത്താവ് എത്തിയ സമയത്ത് I don't know whether he was still sitting on the donkey or he got down and came to the side of the road. കഴുതപ്പുറത്ത് വാഹനമേറി അപ്പോഴും യേശു വരികയായിരുന്നു, അതോ താൻ താഴെ ഇറങ്ങി നടക്കുകയായിരുന്നു ആ സമയത്തൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. Huge crowds, waving palms and children shouting and praising the Lord. കുരുത്തോലുകൾ വീശി വഴിയിൽ വസ്ത്രങ്ങൾ വിരിച്ച് കുട്ടികൾ ആർത്ത് വിളിച്ച് അനേക ആളുകൾ ഈ രംഗത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. 37, the whole multitude of disciples are praising God joyfully with a loud voice for all the miracles they had seen. 37-ാം വാക്യത്തിൽ വായിക്കുന്ന അവരൊരുക്കത്തിനടുത്തപ്പോൾ ശിഷ്യന്മാരുടെ കൂട്ടമെല്ലാം തങ്ങൾ കണ്ട സകല വീര്യപ്രവൃത്തികളെ കുറിച്ച് സന്തോഷിച്ച് ആ തീർത്ഥത്തിൽ ദൈവത്തെ പുകഴ്ത്തി. ഞാൻ വിചാരിക്കുന്ന യേശു അപ്പോൾ കഴുതപ്പുറത്ത് താഴെ ഇറങ്ങിയിട്ട് ആ വഴിയുടെ ഒരു വശം ചേർന്ന് നിന്നു. യെരൂശലേം പട്ടണത്തെ ഓർത്ത് കൈകൊണ്ട് മുഖം പൊത്തി കരയുവാൻ തുടങ്ങുന്ന യേശു. യേശു വിങ്ങി വിങ്ങി വേദന കൊണ്ട് കരയുകയാണ്. ശിഷ്യന്മാർ ഈ രംഗങ്ങളുടെ അന്താളിച്ച് ചോദിക്കുന്നുണ്ടാവും, കർത്താവേ എന്ത് സംഭവിച്ചു? ഈ പട്ടണം ദൈവത്തിന്റെ പ്രിയപ്പെട്ട നഗരം, അവർക്ക് എന്താണ് നഷ്ടമായിരിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കഴിഞ്ഞ 3.5 വർഷക്കാലം ഞാൻ എന്റെ ഹൃദയം തുറന്ന് അവരോട് എന്റെ ഹൃദയത്തിലുള്ള ഭാരം അറിയിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ സത്യവാൻ അവർക്ക് ചെവികളില്ലായിരുന്നു. യേശുവിനെ കരയിക്കത്തക്ക നിലയിൽ അത്ര കാഠിന്യം അവിടെ ഉണ്ടായിരുന്നു. യെരൂശലേമിലുള്ളതായിരിക്കുന്ന ജനം അമ്പെ തെറ്റിപ്പോയി. ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു. അടുത്ത 6 ദിവസത്തിനുള്ളിൽ യേശുവിനെ ക്രൂശിക്കുവാൻ അവർ തയ്യാറായി കഴിഞ്ഞു. എന്നാൽ യേശു ആ നഗരത്തെ നോക്കി കരഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. നിങ്ങളിൽ പലരും കരഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ മറ്റാരോ ചിലർ നിങ്ങളെ മോശമായ നിലയിൽ നിങ്ങളോട് പെരുമാറിയതുകൊണ്ടാണ് നിങ്ങൾ കരഞ്ഞത്. നിങ്ങളുടെ സ്വയ ദുഃഖങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ കരഞ്ഞത്. ലോകത്തിലെ ദൈവമില്ലാത്ത നിരവധി ആളുകളും അവരുടെ ദുഃഖങ്ങളെ ഓർത്തല്ലേ കരയുന്നത്. അല്ലെങ്കിൽ നിങ്ങളോട് മോശമായി പെരുമാറി, നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ നിങ്ങളോട് ശരിയല്ലാത്ത നിലയിൽ പെരുമാറി, നിങ്ങളുടെ അമ്മായിയമ്മ നിങ്ങളെ ശരിയായ നിലയിൽ പരിഗണിച്ചു,
നിങ്ങളുടെ മേലധികാരി നിങ്ങളെ മോശമായി നിങ്ങളെ കുറിച്ച് പെരുമാറി. And you have to tell your stories to everybody to get them also to feel sorry for you. നിങ്ങൾക്ക് നേരിട്ടതായിരിക്കുന്ന ഈ ദുരന്തം, ഈ കഥ നിങ്ങൾ കാണുന്നവരോടെല്ലാം വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേൾവിക്കാരും കരയണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. Have you even once wept for somebody else? എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മറ്റൊരാളിനെ ഓർത്ത്, വേറൊരാളിന്റെ വീഴ്ച ഓർത്ത് കരഞ്ഞ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഓർക്കാനുണ്ടോ? Many of you are elders who thunder from the pulpit like a prophet. പ്രസംഗപീഠത്തില് ഒരു പ്രവാചകനെ പോലെ മേശയിലിടിച്ച് ഉച്ചത്തിൽ പ്രസംഗിക്കുന്നവരാണ് മൂപ്പന്മാരായ നിങ്ങൾ പലരും. 1 hour you go on every Sunday from Genesis to Revelation. എല്ലാ ഞായറാഴ്ചയും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിങ്ങൾ ദീർഘമായി പ്രസംഗിക്കുന്നവരാണ്. Because so many things are wrong with the people in your church and you want to set it all right. നിങ്ങളുടെ സഭയിലുള്ള വിശ്വാസിയുടെ ജീവിതത്തിൽ നിരവധി കാര്യങ്ങൾ തകരാറിലാണ്. എല്ലാം ശരിയാക്കാനുള്ള വ്യഗ്രതയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. You want to follow Jesus? യേശുവിനെ അനുഗമിപ്പാൻ സഹോദര നിനക്ക് താല്പര്യമുണ്ടോ? You follow Jesus in weeping over the people? നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ആളുകളെ ഓർത്ത് കരയുന്ന വഴിയിൽ നിങ്ങൾ യേശുവിനെ അനുഗമിച്ചിട്ടുണ്ടോ? It is a mark of a true prophet. യഥാർത്ഥ പ്രവാചകന്റെ ഒരു അടയാളമാണ്. After he wept, യേശു കരഞ്ഞതിന് ശേഷം, I don't know how long he wept. എത്ര സമയം യേശു കരഞ്ഞു എന്ന് എഴുതിയിട്ടില്ല. Sobbed and sobbed and sobbed and sobbed and sobbed. I mean, if he did it only for 5 seconds, I don't think it would have been written, you know. ഒരു 5 നിമിഷങ്ങൾ മാത്രമേ യേശു വ്യക്തത കണ്ടതായുള്ളൂ എങ്കിൽ തിരുവനന്തപുരത്തിൽ അത് രേഖപ്പെടുത്തുമായിരുന്നില്ല, ആളുകൾ ശ്രദ്ധിക്കുമായിരുന്നില്ല. ദീർഘനേരം കർത്താവ് കരഞ്ഞു എന്നാണ് എന്റെ ബോധ്യം. ചെന്നു. അവിടെ കച്ചവടം നടത്തിയിരുന്നവരെ ഒരു ചാട്ടയെടുത്ത് പുറത്താക്കിയ രംഗമാണ് നമ്മൾ അടുത്ത് വായിക്കുന്നത്. ആ പ്രത്യേക പ്രവൃത്തിയിൽ യേശുവിനെ അനുഗമിപ്പാൻ പലർക്കും വലിയ താല്പര്യമാണ്. പ്രത്യേകിച്ച് വചനം പ്രസംഗിക്കുന്നവർ. ഒരു ചാട്ട ഉപയോഗിക്കുന്നതിന് മുൻപേ യേശു കരഞ്ഞിരുന്നു എന്നുള്ള വസ്തുത അവർ മറന്നുപോകുന്നു. പരീശന്മാരെ സംബന്ധിച്ചോളം അവർ സദാ ജനത്തിനെതിരെ ചാട്ട കയ്യിലെടുക്കുന്നവർ മാത്രമാണ്. കരയുന്ന കാര്യം അവർക്ക് പരിചയമില്ലാത്ത കാര്യമാണ്. അങ്ങനെയുള്ള പലരെയും ശ്രദ്ധിപ്പാനിടയായിട്ടുണ്ട്. ദൈവം നിയമിച്ചവരല്ല, മറിച്ച് സ്വന്തം നിലയിൽ പ്രവാചകന്മാര് എന്നുള്ള നില എടുത്തവരാണ്. സഭയെ വിശുദ്ധിയെ സംരക്ഷിക്കുന്നത് അവരുടെ ഉത്തരവാദിത്വമാണ് എന്നവർ ചിന്തിച്ചു പോവുകയാണ്. അവരെ ഭാവനയിൽ കൂടെ കാണുമെന്നാണ് എന്റെ ചിന്ത. യെരൂശലേം ദേവാലയത്തിൽ കച്ചവടക്കാരെ ചാട്ട കൊണ്ട് പുറത്താക്കി. എല്ലാ വിശ്വാസികൾക്കും അറിയാം യേശു യെരൂശലേം ദേവാലയത്തിൽ ശുദ്ധീകരണത്തിനായി ചാട്ട ഉപയോഗിച്ചത്. എന്നാൽ വളരെ മാത്രമേ അതിന്റെ 4 വാക്യങ്ങൾക്ക് മുൻപേ യെരൂശലേമിനെ നോക്കി യേശു കരഞ്ഞു എന്നുള്ള കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളവർ 4 വാക്യങ്ങളുടെ അന്തരമേ ഉള്ളൂ. പട്ടണത്തെ നോക്കി അതിദുഃഖത്തോടെ കരഞ്ഞ യേശുവാണ് പട്ടണത്തിൽ ചെന്ന് ദേവാലയത്തിൽ ശുദ്ധീകരണം നടത്തിയത്. വർഷങ്ങളായിട്ട് ബൈബിള് ശ്രദ്ധയോടെ വായിക്കുന്ന നിങ്ങളിൽ പലരും ഒരുപക്ഷെ ഇന്നായിരിക്കാം ഈ യാഥാർത്ഥ്യം കേൾക്കുന്നത്. ക്രൂശിന്റെ മാർഗം നിങ്ങൾ വേണ്ടവണ്ണം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവായ യേശുവിനുണ്ടായിരുന്ന അതേ മനസ്സലിവ് നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ അന്വേഷിക്കുവാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. യേശു മനുഷ്യരെ ഹൃദയത്തിൽ ആദരയോടും കരുണയോടും കൂടെ നോക്കുന്നവനായിരുന്നു സദാ. അതുകൊണ്ടാണ് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ യേശു കർക്കശമായി പെരുമാറിയത്. പല സന്ദർഭങ്ങളിലും യേശുവിനെ കുറിച്ച് സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ ജനത്തോട് മനസ്സലിവ് തോന്നി, മനസ്സലിവും കരുണയും അവനെ മുൻപോട്ട് തള്ളി വിട്ടു എന്നാണ്.
വ്യഭിചാരകർമ്മത്തിൽ പിടിച്ച ആ സ്ത്രീയെ പരീക്ഷന്മാർ യേശുവിന് മുൻപാകെ കൊണ്ടുവന്നപ്പോൾ they were looking for verses to condemn her. അവളെ കുറ്റം വിധിക്കുവാൻ, അവളെ ശിക്ഷ വിധിക്കുവാൻ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ അവർ തിരയുകയായിരുന്നു. Jesus was thinking of a way to deliver her. അവളെ എങ്ങനെ വിട്ടയക്കാം എന്നുള്ളതിനുള്ള ചിന്തകളായിരുന്നു യേശുവിന്. His whole way of thinking was different. യേശുവിന്റെ ചിന്തയും പരീക്ഷന്മാരുടെ ചിന്തയും വളരെ വ്യത്യസ്തമായിരുന്നു. When you see some brother doing something wrong in your church, നിങ്ങളുടെ സഭയിൽ ഏതെങ്കിലും ഒരു സഹോദരൻ തെറ്റായിരിക്കുന്ന ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് കാണുമ്പോൾ, or a sister, സഹോദരിയാകാം, and you think of what verse is there which I can prove is wrong. ആ സഹോദരനോ സഹോദരിയോ തെറ്റിപ്പോയിരിക്കുന്നു എന്ന് തെളിയിക്കുവാനായിട്ട് വചനത്തിലെ ഏത് വാക്യം എനിക്ക് ഉപയോഗിക്കാം എന്നാണോ നാം ചിന്തിക്കുന്നത്? Exactly the mark of a Pharisee. ഒരു പരീക്ഷന്റെ അടയാളം ഈ മനോഭാവമാണ്. Jesus' attitude was, how can I set that person free from that? എന്നാൽ യേശുവിന്റെ മനോഭാവം ഉണ്ടായിരുന്നു, വീട്ടിൽ സംഭവിച്ച തെറ്റിലകപ്പെട്ട ആ വ്യക്തിയെ എനിക്ക് എങ്ങനെ സ്വതന്ത്രനാക്കുവാൻ കഴിയും? He was always thinking of in compassion for people who are despised by others. മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുന്ന മനുഷ്യരെ എങ്ങനെ കരുണയോടെ നോക്കുവാൻ കഴിയും? അതായിരുന്നു യേശുവിന്റെ ചിന്ത. There was a woman who was divorced 5 times. 5 തവണ വിവാഹമോചനം നടന്ന ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. In America and all, you see such people. ഈ കാലഘട്ടത്തിൽ അമേരിക്കയിൽ അങ്ങനെ പലരെയും കാണുവാൻ കഴിയും. But this woman was worse than that. എന്നാൽ ഈ സ്ത്രീയെ അവരെക്കാളൊക്കെ മോശക്കാരിയായിരുന്നു. She not only divorced 5 husbands, 5 പുരുഷന്മാരെ അവൾ ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, now she was staying with the 6th man. ആറാമത്തെ പുരുഷനോടുകൂടി ഇപ്പോൾ ഒരു വിവാഹ ബന്ധമില്ലാതെ അവിഹിതമായ ബന്ധത്തിൽ അവൾ തുടരുകയുമാണ്. What would you do with such a woman? അങ്ങനെയുള്ള ഒരു സ്ത്രീ നിങ്ങളുടെ അടുത്തെങ്ങാനും വന്നാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുന്നത്? You wouldn't want anybody to see you with her. അങ്ങനെ ഒരു സ്ത്രീയുടെ അടുത്തെങ്ങും നിങ്ങൾ നിൽക്കുന്നത് മറ്റാരും കാണരുതെന്നല്ലേ നിങ്ങളുടെ മനസ്സിലെ ആദ്യത്തെ ചിന്ത. What would you do if such a sister, not a sister, such a lady came to your church? അങ്ങനെയുള്ള ഒരു സ്ത്രീ നിങ്ങളുടെ സ്ഥലസഭയിലേക്ക് വന്നാൽ നിങ്ങളുടെ മനോഭാവം അവളോട് എന്തായിരിക്കും? You know that she's divorced 5 times and she's sleeping with one man now. 5 ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ചവളും 6ാമത് വിവാഹം കഴിയാതെ അവരോട് താമസിക്കുന്നവളുമാണ് ഈ സ്ത്രീ എന്ന് നിങ്ങൾക്കറിയാം. And one Sunday morning she comes to your church. ഒരു ഞായറാഴ്ച രാവിലെ ഇതാ അവൾ നടന്ന് നിങ്ങളുടെ സഭയിൽ വന്ന് ഇരിക്കുന്നു. What would you preach to her? അങ്ങനെയുള്ള ഒരു സ്ത്രീയോട് നിങ്ങൾ എന്തായിരിക്കും? I think you'll change your message. Whatever message you had that Sunday morning, you'll change it because you saw her sitting there. നേരത്തെ തയ്യാറായി വന്ന പ്രസംഗം നിശ്ചയമായി നിങ്ങൾ മാറ്റുമെന്ന് എന്റെ ചിന്ത. കാരണം അവളെ നിങ്ങൾ ശ്രദ്ധിച്ചു, അവളുടെ ചരിത്രം നിങ്ങൾക്കറിയാം. But not Jesus. He was so different. എന്നാൽ യേശു ഒരിക്കലും പ്രസംഗ വിഷയം മാറ്റുകയില്ലായിരുന്നു. അവൻ വ്യത്യസ്തനായിരുന്നു. He knew about this, but he didn't embarrass her with that. യേശുവിന് അവളുടെ ചരിത്രം അറിയാം. എന്നാൽ അങ്ങനെയുള്ള ഒരു സ്ത്രീയെ അവമാനിക്കാൻ പരസ്യമായി അവളെ കുറിച്ചാക്കുവാൻ യേശു ഒരിക്കലും ഉൾപ്പെടുമായിരുന്നു. What he talked to her about? അവളോട് എന്തിനെ കുറിച്ചാണ് യേശു സംസാരിച്ചതെന്നറിയാമോ? Worshiping God. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതിനെ കുറിച്ചാണ് ആ സ്ത്രീയോട് യേശു സംസാരിച്ചത്. What a stupid thing. That's not what he talked to such women about worship and all that. Worship is all for spiritual people. ഇങ്ങനെ പാപത്തിൽ ജീവിക്കുന്ന പാപിയായ ഒരു സ്ത്രീയോട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതിനെ കുറിച്ചാണോ പറയേണ്ടത്? How different Jesus is from hard-hearted people like you and me. എന്നെ നിങ്ങളെ പോലെ ഹൃദയകാഠിന്യമുള്ളവരിൽ നിന്ന് എത്രയോ വിഭിന്നനായിരുന്നു യേശു. We are miles away from the Spirit of Christ. ക്രിസ്തുവിന്റെ ആത്മാവിൽ നിന്നും മൈലുകൾ അകലെയാണ് ഞാൻ നിങ്ങൾ. I know God has convicted me so many times I have wept before Him. അനേക തവണ ഈ കാര്യത്തിൽ കർത്താവ് എനിക്ക് പാപബോധം നൽകിയില്ല. ദൈവസന്നിധിയിൽ ആരെ കാണാതെ കരയുന്നു. I say, Lord, we are such hard people. കർത്താവേ, ഞങ്ങള് അത്ര കഠിന ഹൃദയമുള്ളവരാണ് എന്ന് ഞാൻ ദുഃഖത്തോടെ ഓർത്ത് കരഞ്ഞു. So many things we talk high things, but we don't have compassion on poor sinners. വളരെ ഉന്നതമായ പല കാര്യങ്ങളും ഞങ്ങൾ വാദോരാതെ സംസാരിക്കുന്നവരാണെങ്കിലും പാപികളോട് കരുണയില്ലാത്ത കഠിന ഹൃദയരാണ് ഞങ്ങൾ. You know what Jesus did to her after talking to her about worship? ആരാധനയെ കുറിച്ച് സംസാരത്തിന് ശേഷം യേശു ആ സ്ത്രീയോട് എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? He used her to bring one of the greatest revivals that you read in the Gospels. സുവിശേഷങ്ങൾ നിങ്ങൾ വായിക്കുന്നതിൽ
ഏറ്റവും വലിയ ഒരു ഉണർവ് ആരംഭിക്കുവാൻ ദൈവം ഈ സ്ത്രീയെ ഉപയോഗിച്ചു എന്നുള്ളതാണ് സത്യം. It says the whole city came out to listen to him after when she went out and spoke about Jesus. യോഹന്നാൻ 4-ൽ നാം കാണുന്നത് യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യം ഈ സ്ത്രീ തന്നെ ആ പട്ടണത്തിൽ പ്രസ്താവിച്ചപ്പോൾ ആ പട്ടണം മുഴുവനും യേശുവിനെ കാണുവാൻ 31-ാം യോഹന്നാൻ 39 From that city, many of the Samaritans believed in him because of the word this woman preached. സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്കിനകത്ത് ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. Can you use such a woman to bring a revival? ഒരു പട്ടണത്തിൽ ആത്മീയ ഉണർവിന് തുടക്കം കുറിക്കുവാൻ ഇത്തരത്തിലുള്ള ഒരു സ്ത്രീയെ ഉപയോഗിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത്തെ കാര്യം ഭാവനയായ കാര്യം കൊണ്ട് ഒരു സ്ത്രീയെ കൊണ്ട് ഒരു സഹോദരിയെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ ദൈവത്തിന് കഴിയുമോ? നമ്മുടെ ചില സഭകളിലെങ്കിലും സഹോദരന്മാർ ധരിച്ചിരിക്കുന്നത് സ്ത്രീകളുടെ ജോലി എന്ന് പറഞ്ഞാൽ വാഴച്ച മീറ്റിംഗിൽ മിണ്ടാതിരിക്കുന്നത്. പഴയകാലത്ത് അങ്ങനെയായിരുന്നു. നിങ്ങൾ പഴയ നിയമം അനുസരിക്കുന്നവരാണ്. എന്നാൽ പുതിയ നിയമ സഭയിൽ നിങ്ങളുടെ പുത്രന്മാര് മാത്രമല്ല പുത്രിമാരിൽ പ്രവചിക്കുമെന്നാണ്. അപ്പോസ്തലപ്രവൃത്തിയിൽ 2-ാം അധ്യായം തുടങ്ങുന്നത് അങ്ങനെയല്ലേ? ഫിലിപ്പോസ് സുവിശേഷകനായ ഫിലിപ്പോസിന് 4 പെൺമക്കളായിരുന്നു. 4 പേരും പ്രവചിക്കുന്നവരായിരുന്നു. എന്നെ കേൾക്കുന്ന സഹോദര, നിനക്ക് 4 പെൺമക്കളാണ് ഉള്ളതെങ്കിൽ 4 പേരും പ്രവചിക്കുന്നവരായിരിക്കുവാൻ നീ അവരെ ഉത്സാഹിപ്പിക്കുമോ? ഞാന് എനിക്ക് പിള്ളേരില്ല ഉണ്ടായിരുന്നെങ്കിൽ ഞാന് അവരെ ഉത്സാഹിപ്പിക്കും. ഞാൻ അവരെ ഉത്സാഹിപ്പിക്കുമായിരുന്നു. നിങ്ങൾ നാം അടക്കി മൗനമായി തിരിക്കരുത്. ദൈവത്തിന്റെ മീറ്റിംഗിൽ എഴുന്നേറ്റ് പ്രവചിക്കുന്നവരാകണം. ഞാനൊരു ബ്രദറൻ സഭയുടെ മൂപ്പനാണ്. പഴയ കാലത്തെ ഒരു യഹൂദ മത മേലധ്യക്ഷനുമല്ല ഞാൻ. സ്ത്രീകളെല്ലാം സിനഗോഗിൽ മിണ്ടാതെ ഇരുത്തുന്ന ഒരു ജോലിയല്ല എന്റെ. സുവിശേഷത്തിൽ വായിക്കുന്ന വലിയൊരു ഉണർവിന് ദൈവം ഉപയോഗിച്ച യേശു ഉപയോഗിച്ച ആ ഒരു സ്ത്രീയെ ഉപയോഗിച്ച യേശുവിനെ അനുഗമിക്കുന്നവരാണ്. അപ്പോസ്തലന്മാർ ഭക്ഷണത്തിന് പോയി പട്ടണത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശമരിയ പട്ടണത്തിൽ ഇതാ ഒരു ഉണർവ് ആരംഭിക്കുന്നു. ആ രംഗത്ത് നിന്നും എനിക്ക് മനസ്സിലാകുന്ന കാര്യം ഇതാണ്. തന്റെ സ്വന്തം ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ പൊക്കൂ, വിശപ്പല്ലേ പ്രശ്നം, നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഈ സ്ത്രീയെ ഈ സന്ദേശം പ്രചരിപ്പിക്കുവാൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പാഠം. സഹോദരിമാരായ എല്ലാവരെയും ഞാൻ ഉത്സാഹിപ്പിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങൾ കർത്താവിന്റെ കയ്യിലെ ഫലപ്രദമായ ഉപകരണങ്ങളാകുവാൻ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളുടെ സഭയുടെ മൂപ്പന് പഴയ നിയമത്തിൽ ജീവിക്കുന്ന നിങ്ങളെ വായുവെക്കാൻ സമ്മതിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ പോയി പ്രവർത്തിക്കണം. ഏതെങ്കിലും ഭവനങ്ങൾ നിങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടെ ചെന്ന് കർത്താവിന്റെ പ്രദർശനം സംസാരിച്ച് അവരെ അനുഗ്രഹിക്കുന്നവരാകുക. സ്ത്രീകൾ മാത്രമല്ല. അപ്പോസ്തലപ്രവൃത്തിയിൽ 2-ാം അധ്യായത്തില് മറ്റൊരു കാര്യങ്ങൾ നാം കാണുന്നുണ്ട്. രസകരമായ കാര്യമാണ്. Your sons and your daughters, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും എന്നാണ് പറഞ്ഞത്. your young men, verse 17. 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് നിങ്ങളുടെ യൗവനക്കാർ ദർശനം. God is interested in pouring out His Spirit on young men and young women. ചെറുപ്പക്കാരായിരിക്കുന്ന യൗവനക്കാരായ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും മേഖലയെ ആത്മാവിനെ അയക്കുവാൻ കർത്താവിന് താല്പര്യമുണ്ട്. Don't wait till you're 30-40 years old before you start serving the Lord. കർത്താവിനെ
സേവിക്കുവാൻ 30-40 വയസ്സ് വരെ നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. I want to encourage all of you teenage young men and women to ask God to pour out His Spirit on you. പ്രായക്കാരായിരിക്കുന്ന എന്റെ മുൻപിലുള്ള എല്ലാവരെയും ഉത്സാഹിപ്പിക്കട്ടെ. കർത്താവ് തന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരുവാൻ നിങ്ങളെ വെച്ചു കൊടുക്കുക. ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച് യൗവനക്കാരത്തികളും പ്രവചിക്കുവാൻ തുടങ്ങട്ടെ. India needs you young people. ചെറുപ്പക്കാരായ സഹോദരങ്ങളെ, ഭാരതത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. The churches need you young people. ഈ രാജ്യത്തെ സഭകൾക്ക് നിങ്ങളെ ആവശ്യമുണ്ട്. I know in many churches your elder brothers will never give you a chance to open your mouth. പല സഭകളിലും എനിക്കറിയാം, അവിടെയുള്ള മൂത്ത സഹോദരന്മാർ നിങ്ങളുടെ വായ തുറക്കാൻ ഒരുപക്ഷെ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയില്ല. Because they are in the old covenant. അങ്ങനെയുള്ളവർ പഴയ നിയമത്തിന്റെ ആത്മാവിൽ ജീവിക്കുന്നവരാണ്. Let them be like that. അവരങ്ങനെ തുടരട്ടെ. I used to, when I was a young man, ഞാൻ ചെറുപ്പക്കാരനായിരുന്നു, 21 years old, 21 വയസ്സുണ്ടായിരുന്നപ്പോൾ I was just baptized that year. ആ വർഷം മാത്രമായിരുന്നു ഞാൻ ജലസ്നാനം സ്വീകരിച്ചത്. I was in a church where the older brothers would not let me speak. ഞാനായിരുന്ന ആ സഭയില് അവരുടെ സഭയുടെ മുഖന്മാർ എന്നെ ദൈവവചനം സംസാരിക്കാൻ അനുവദിച്ചിരുന്നു. I said, fine. ഞാൻ അതില് അല്പം പോലും നിരാശപ്പെട്ടു. I'm not going to get up there and speak. അനുവാദമില്ലാത്തവരിടത്ത് എഴുന്നേറ്റ് സംസാരിക്കുവാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. I found one family some 20-30 miles outside the city. പട്ടണത്തിൽ ഏതാണ്ട് 20-30 മൈൽ ദൂരെയുള്ളതായിരിക്കുന്ന ഒരു കുടുംബത്തെ ഞാൻ പരിചയപ്പെടാൻ. You have one weekly meeting? I said, okay, I'll come. Nobody wanted to go so far. അത്രയും ദൂരം പോയി ഒരു കുടുംബത്തിന് വേണ്ടി ഒരു മീറ്റിംഗ് നടത്തുവാൻ ആർക്ക് താല്പര്യമില്ലായിരുന്നു. അവരുടെ ആഗ്രഹത്തെ മാനിച്ച് ഞാൻ അവരുടെ വീട്ടിൽ പോകുമായിരുന്നു. Go there because their family, sometimes one more family. ചിലപ്പോൾ ഈ ഒറ്റ കുടുംബം മാത്രം, ചിലപ്പോൾ മറ്റൊരു കുടുംബം കൂടെ അവരോടൊപ്പം വരും. ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ മുടങ്ങാതെ അവരുടെ വീട്ടിൽ പോയിരുന്നു. That's where I learned to preach. പ്രസംഗിക്കുവാനുള്ള ബാലപാഠങ്ങൾ എനിക്ക് ലഭിച്ചത് അങ്ങനെയുള്ള മീറ്റിംഗുകളിലാണ്. And then I would go into the streets and stand on the streets in Ernakulam and preach. I covered every single street in Ernakulam. ഞാൻ അത് മാത്രമല്ല ചെയ്തിരുന്നത്, എറണാകുളം പട്ടണത്തിന്റെ വിവിധ തെരുവുകളുടെ കോണുകളിൽ നിന്നുകൊണ്ട് ഞാൻ പരസ്യയോഗത്തിൽ പ്രസംഗിക്കുമായിരുന്നു. അങ്ങനെ പട്ടണത്തിന്റെ മിക്ക ഭാഗങ്ങളിൽ ഞാൻ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. You don't get a chance to speak in the church, so what? നിങ്ങളായിരിക്കുന്ന സഭയിൽ പ്രസംഗിക്കാൻ നിങ്ങൾക്ക് ഒരവസരം കിട്ടുന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്നാ കാര്യം? I met another family in the naval base. നാവികത്താവളത്തിലെ മറ്റൊരു കുടുംബത്തെ ഞാൻ പരിചയപ്പെട്ടു. Nominal Christian, not born again. വീണ്ടും പ്രാപിച്ചിട്ടില്ലാത്ത നാമത്തെ ക്രൈസ്തവ പശ്ചാത്തലമുള്ള ഒരു കുടുംബം. I said, do you think we can have a little meeting in your house once a week? ഞാൻ ചോദിച്ചു, ആഴ്ചയിൽ ഒരിക്കല് സ്നേഹിത ആളുകളുടെ വീട്ടിലെ ഒരു ചെറിയ മീറ്റിംഗ് നടത്തുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? Just half an hour, we study the Bible. അരമണിക്കൂർ സമയം നമുക്ക് ബൈബിൾ പഠിക്കാൻ ഉപയോഗിക്കാം. And if any of your friends want to come, call them. നിന്റെ സ്നേഹിതന്മാർ ആർക്കെങ്കിലും വരാൻ 7 മണിക്കൂർ സാവകാശം ഉണ്ടെങ്കിൽ അവരെയും വിളിക്കുക. He said, sure. ആ സ്നേഹിതന് അത് വലിയ സന്തോഷമായി. And I used to go there. അവിടെയും ഞാൻ പോകാൻ തുടങ്ങി. On a day when the church did not have any meeting. സഭയിലെ മീറ്റിംഗുകളൊന്നും ഇല്ലാതിരുന്ന ദിവസമായി ഞാൻ പോയിരുന്നത്. I never got into conflict with the local church. ലോക്കൽ എന്റെ പ്രാദേശിക സഭയിലുള്ള ആളുകളുമായിട്ട് ഞാൻ സംഘർഷത്തിന് ഒരുപെട്ടില്ല. I went there and I started having regular half an hour or 1 hour Bible studies. ഞാൻ മുടങ്ങാതെ ഈ ഇടങ്ങളിലൊക്കെ പോയിട്ട് അരമണിക്കൂർ അല്ലെ 1 മണിക്കൂർ ദൈവത്തിന് അവരുമായി പങ്കിടാൻ തുടങ്ങി. I didn't know much. I was only in first standard myself. എനിക്ക് തന്നെ വളരെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടായിരുന്നു. 1ാം ക്ലാസ് വിദ്യാർത്ഥിയെ പോലെ ദൈവത്തിലെ തുടക്കക്കാരൻ. എന്നാൽ അവർക്ക് എന്നെക്കാളും കുറച്ചേ അറിവുള്ളായിരുന്നു. അവര് കിണ്ടർഗാർഡനിൽ പഠിക്കുന്നവരായിരുന്നുകൊണ്ട് ഞാൻ അവരുടെ അധ്യാപകനായി. You know that you teach kindergarten students, you don't have to get a PhD. നേഴ്സറിയില് കിണ്ടർഗാർഡനിലുള്ള കുട്ടികളെ പഠിപ്പിക്കുവാൻ നിങ്ങൾക്ക് ഒരു ഗവേഷണ ബിരുദത്തിന്റെ ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. 1ാം ക്ലാസ് നിങ്ങൾ കടന്നിട്ടുള്ളവരാണെങ്കിൽ അതിന്റെ താഴെയുള്ളവരെ നിങ്ങൾക്ക് പഠിപ്പിക്കാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങളുടെ മേലെ പകരുവാനായി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ സുവിശേഷം കേട്ടിട്ടില്ലാത്ത എന്റെ ചുറ്റുമുള്ള ആളുകളോട് മനസ്സിൽ കരുണയുള്ളവനായിട്ട് പെരുമാറുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഏതെങ്കിലും വാതിലുകൾ കർത്താവ് തുറക്കുവാനായി മുട്ടിക്കൊണ്ടിരിക്കണം. ഞാൻ ഈ ചെറിയ മീറ്റിംഗ് തുടങ്ങിയ കുടുംബത്തിന് എന്ത് സംഭവിച്ചെന്നറിയാമോ? അവർ ദൈവവചനത്താൽ വീണ്ടും ജനിക്കുവാനിടയായി. ആ സ്നേഹിതന് നേവിയിലെ ഉദ്യോഗം വിട്ടു. ഒരു പൂർണ്ണ സമയ സുവിശേഷം അവൻ തനിയെ സുവിശേഷം പ്രസംഗിക്കുവാൻ ആരംഭിച്ചു.
Isn't that wonderful? അത് അത്ഭുതകരമായിരിക്കുന്ന ഒരു കാര്യമല്ലേ? All started with one little meeting that we had in his house. ആഴ്ചയിൽ ഒരിക്കൽ അവരുടെ വീട്ടില് ദിവസ സമയത്തേക്കുള്ളതായിരിക്കുന്ന ഒരു ചെറിയ മീറ്റിംഗ് ആയിരുന്നു ഇതിന്റെ തുടക്കം. Some of you can easily do that. നിങ്ങളിൽ ചിലർക്കെങ്കിലും വളരെ എളുപ്പത്തിൽ ചെയ്യുവാൻ കഴിയുന്ന Some കാര്യമാണ്. friends you have നിങ്ങൾക്കുള്ള ചില സ്നേഹിതർ who nobody else knows. മറ്റേ ആർക്കും അവരുടെ അടുത്തേക്ക് എത്തുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. There was a brother who shared this revelation once. ഒരു സഹോദരൻ ഒരിക്കല് ഈ ഒരു വെളിപ്പാട് ഞാനുമായി പങ്കിട്ടു. Young brother. വളരെ ചെറുപ്പക്കാരനായ ഒരു സഹോദരനാണ്. I like to listen to young brother because sometimes they have a revelation which older people don't have. ചെറുപ്പക്കാരായ സഹോദരന്മാരെ ശ്രദ്ധിക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം പലപ്പോഴും പ്രായമുള്ള സഹോദരന്മാർക്ക് നൽകുവാൻ കഴിയാത്ത ആത്മീയ വെളിപ്പാടുകൾ ചിലപ്പോൾ അവരിൽ നിന്ന് ലഭിക്കും. Some old brothers are quite boring. പ്രായമുള്ള പല സഹോദരന്മാരും കേൾക്കുവാൻ തികച്ചും വിരസതയുള്ളവരാണ്. But one advantage of young brothers, they will not speak more than 2-3 minutes. ഈ ചെറുപ്പക്കാരായ സഹോദരന്മാർക്കുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ 2-3 മിനിറ്റ് കൂടുതൽ അവർ സാധാരണ സംസാരിക്കാം. An older brother gets up, you don't know when he's going to sit down. പ്രായമുള്ള സഹോദരന്മാർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ എപ്പോഴാണ് ഇരിക്കുന്നതെന്നുള്ളത് അറിയാനുള്ള പ്രയാസം. That's one reason I like to listen to younger brothers. അതുകൊണ്ടുകൂടിയാണ് ഈ ചെറുപ്പക്കാര സഹോദരന്മാരെ കേൾക്കാൻ എനിക്ക് So താല്പര്യമുള്ളത്. this young brother got up once. ഈ ചെറുപ്പക്കാരനായ സഹോദരനെ ഒരു സഭയുടെ മീറ്റിംഗിൽ I had said once that all of us have got a little world of people who nobody else knows except we. ഞാൻ ഒരിക്കൽ പറയുവാനിടയായിരുന്നു, നാം മാത്രം അറിയുന്ന ഒരു കൊച്ചു ലോകമുണ്ട്. നമുക്കെല്ലാം അങ്ങനെയുള്ളതായിരിക്കുന്ന ചെറിയ ലോകമുണ്ട്. മറ്റാർക്കും അവരെ അറിഞ്ഞുകൂടാ. All of you know some people who nobody else in this hall knows. ഈ ഹോളിൽ തന്നെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും തിരിച്ചു നോക്കാട്ടെ, മറ്റാർക്കും ലോകത്തിലെ മറ്റാർക്കും ഇവിടെ ഇരിക്കുന്ന മറ്റാർക്കും പരിചയമില്ലാത്ത അറിയാത്ത ചില പരിചയക്കാർ നിങ്ങൾക്ക് മാത്രം. Maybe 15-20 people among your office or your college or nobody else in this hall knows them except you. നിങ്ങൾ ജോലി കഴിഞ്ഞിടത്ത് ഓഫീസിലുള്ള സഹപ്രവർത്തകരാകാം, പഠിക്കുന്ന ക്ലാസ്സിലെ കുട്ടികളാകാം, പക്ഷേ ഈ ഹോളിൽ ഇരിക്കുന്ന മറ്റാർക്കും അവരെ അറിഞ്ഞുകൂടാ. This brother got a revelation. ഈ സഹോദരന് എഴുന്നേറ്റ് സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു വെളിപ്പാട്. He said, I was reading John 3:16. യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യമാണ് ആ സഹോദരൻ പങ്കുവച്ചത്. You all know that verse? ആ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. God of the world that he gave his only begotten Son, that whoever believes in him should not perish but have everlasting life. തന്റെ ഏകജാതനാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവം അവനെ നോക്കുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ കൊച്ചു സഹോദരൻ പറഞ്ഞ എന്താണെന്നറിയാമോ? There is a little world of people who only I know. എനിക്ക് മാത്രം പരിചയമുള്ള, ഞാൻ മാത്രം അറിയുന്ന ഒരു കൊച്ചു ലോകം എനിക്ക് ചുറ്റും. And God so loved that little world ദൈവം ആ കൊച്ചു ലോകത്തെ അത്രയധികം സ്നേഹിച്ചു that he sent me, his Son, into that little world. ദൈവം തന്റെ പുത്രൻ, യേശുവല്ല, ഞാനും അവന്റെ പുത്രനാണ്, എന്നെ ഈ കൊച്ചു ലോകത്തിലേക്ക് അയച്ചു. So that none of these people should perish. ഞാൻ മാത്രം അറിയുന്ന ഈ ചെറിയ കൂട്ടം അതിൽ ആരും നശിച്ചു പോകാൻ That they might have eternal life. അവർക്ക് നിത്യജീവൻ He ലഭിക്കേണ്ടത്. says that is challenging. അവൻ പറഞ്ഞു, ഈ കാര്യം ദൈവവചനം യോഹന്നാൻ 3:16 വായിച്ചപ്പോൾ ഈ ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നു, അതെന്റെ ഹൃദയത്തെ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞു. How did he get such a revelation which even older people don't have? സഭയുള്ള പ്രായമായ പലർക്കും നിരവധിയാണ് ഈ വാക്യം വായിച്ചിട്ട് കിട്ടാത്ത ഈ വെളിപ്പാട് ഈ ചെറുപ്പക്കാരൻ എങ്ങനെയാണ് കിട്ടിയത്? Spirit is upon him. അതിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവുണ്ട്. You know what you need? The Holy Spirit must come upon you. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരണം. Move your heart with compassion. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരിക മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുപാടിലുള്ള മനുഷ്യരോട് സകലാത്മം കരുണയുള്ള ആത്മാവിലേക്ക് നിങ്ങൾ വരും. Please stop this criticizing and finding fault. God will never use you if you don't give up that habit. കുറ്റവിധിക്കുന്ന വിമർശനത്തിന്റെ ആത്മാവിനോട് വിട പറയുക. നിങ്ങൾ അത് തുടർന്നു കഴിഞ്ഞാൽ ദൈവത്തിന് ഒരു നാൾ ഉപയോഗിക്കാൻ The devil has got enough agents to criticize and find fault. Let them do it. പിശാചിന് കുറ്റം വിധിക്കുവാൻ, കുറ്റം കണ്ടുപിടിക്കുവാൻ ധാരാളം ആൾക്കാർ. How many of you will tell the devil today, devil, I have stopped fellowship with you from today onwards, finding fault with people? നിങ്ങൾ എത്ര പേര് ഇന്ന് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കും? പിശാചിനോട് നിങ്ങൾ എത്ര പേര് ഇങ്ങനെ പറയും, പിശാച് ഇന്ന് മുതൽ മറ്റുള്ള മനുഷ്യരുടെ കുറ്റം കണ്ടുപിടിക്കുന്ന ജോലി തുടർന്ന് നിന്നോടുള്ള കൂട്ടായ്മയിൽ ഞാൻ തുടരുക. How many of you will be bold enough to tell the devil, devil, I have finished holding hands with you and blaming my husband or blaming my wife? പിശാച് നിന്നോട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് സഹോദരന്മാരെ കുറ്റം ചുമത്തുന്ന പരിപാടി ഞാൻ ഇന്ന് നിർത്തുകയാണ്. എന്റെ ഭാര്യയെ കുറിച്ചോ എന്റെ ഭർത്താവിനെ കുറിച്ചോ ഒക്കെ കുറ്റം പറയുന്ന കാര്യം ഇന്ന് നിർത്തുകയാണെന്ന് എത്ര പേര് ധൈര്യത്തോടെ പറയും?
was a foolish idiot to join hands with you for so many years, but today I got life. I finished. നിന്നോട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ പ്രവൃത്തിയിൽ ഏർപ്പെടാൻ തക്കവണ്ണം ഒരു പമ്പര വിഡ്ഢിയായി ഞാൻ ഇന്ന് വരെ തുടർന്നു പോയി ഇല്ല. No longer. എന്നാൽ ഇന്ന് ഞാൻ open. എന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു. I am going to prophesy from now on. ഇന്നു മുതൽ ഞാൻ കുറ്റപ്പെടുത്തുന്ന ശുശ്രൂഷകൾ ചെയ്യാൻ പോകുന്നത്. ഞാൻ പ്രവചന ശുശ്രൂഷയ്ക്കായി ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. For the Holy Spirit to fall upon me. പരിശുദ്ധാത്മാവിന്റെ മേൽ വരേണ്ടതായി ഞാൻ അന്വേഷിപ്പാൻ തുടങ്ങിയിരിക്കുന്നു. And I am going to ask Him to fill me with compassion for people. മറ്റുള്ള മനുഷ്യരോട് കരുണ തീരുവാൻ ഞാൻ ആത്മാവിന്റെ സഹായം അന്വേഷിക്കാം. You know, if I had not started doing that when I was 21, I would not be standing here today. 21 വയസ്സുള്ള ആ കാലഘട്ടത്തില് ദൈവത്തിന്റെ ശക്തി ഈ മേഖലയിൽ ഞാൻ അന്വേഷിച്ച് തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ദൈവജനമായി നിങ്ങളുടെ നിൽക്കുകയില്ല. I did not look for a big ministry. I said, 2 people here, 2 people there. Let me get them every once a week. ഒരു വലിയ പ്രശ്നത്തോട് സംസാരിക്കുന്ന വലിയൊരു ശുശ്രൂഷ ഞാനന്ന് അന്വേഷിച്ചില്ല. 2 പേർ 3 പേർ ഒരാൾ അവിടെയും ഇവിടെയും അങ്ങനെയുള്ളവരോട് ഈ സ്നേഹം പങ്കിടുവാനാണ് ഞാൻ ആഗ്രഹിച്ചത്. Through the years, if I found some young people particularly, ഈ വർഷങ്ങളുടെ നേരം തിരിഞ്ഞു നോക്കുമ്പോൾ ആരെങ്കിലും പുതുതായി കണ്ടുമുട്ടിയാൽ വിശേഷ ചെറുപ്പക്കാരെ കണ്ടാൽ I would sit with them till 3 o'clock in the morning sometimes. ചിലരോടൊപ്പം ഞാൻ രാത്രി സംസാരിക്കാൻ തുടങ്ങി. പിന്നെ 3 മണി വരെയും സംസാരിച്ചിട്ടുണ്ട്. Sharing what Jesus did for me. യേശു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതിനെ ചുറ്റിപ്പറ്റി അനേക കാര്യങ്ങൾ അവരുമായി പങ്കിട്ട് രാത്രിയുടെ ദീർഘമണിക്കൂറുകൾ എഴുതിയിട്ടുണ്ട്. You young people do that. ചെറുപ്പക്കാരായ നിങ്ങൾ യേശുവിന്റെ സ്നേഹം അറിഞ്ഞ നിങ്ങൾ അങ്ങനെ നിങ്ങൾ ചെയ്യുവാൻ തുടങ്ങിക്കൊള്ളു. You don't need permission from your elder brothers to go and bless other people. സഭയിലെ മൂപ്പന്മാർ നിങ്ങൾക്ക് അനുവാദം തരണോ നിങ്ങൾ സ്നേഹിക്കുന്ന യേശുവിനെ കുറിച്ച് പറഞ്ഞ് മറ്റുള്ള ഹൃദയങ്ങളെ അനുഗ്രഹിക്കുവാൻ? Think of this woman in Samaria who was 100 times worse than you, whom God used. നിങ്ങളെക്കാളും 100 മടങ്ങ് മോശക്കാരിയായിരുന്നു ശമര്യക്കാരിയായ സ്ത്രീയെ സുവിശേഷം അറിയിക്കുവാൻ നിയോഗിച്ച യേശുവിനെ നിങ്ങൾ ഓർക്കണം. Here there's nobody divorced even once. This woman was divorced 5 times. ഒരു പക്ഷേ ഇവിടെ ഒരു പ്രാവശ്യം വിവാഹം നടന്ന ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ 5 പ്രാവശ്യം വിവാഹം നടത്തി sleeping with a man who's not her husband now. അവരുടെ ബന്ധത്തില് ഭർത്താവല്ലാത്ത ഒരുവനോട് ഇപ്പോൾ nobody will ever think God will use such a woman. അങ്ങനെ ഒരാളിനെ ദൈവം ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കും എപ്പോഴെങ്കിലും എന്ന് നാം ആരും ചിന്തിക്കുകയില്ല. God used such a woman to bring the greatest revival you read in the Gospels. വിശേഷങ്ങളിൽ വായിക്കുന്നതിൽ ഏറ്റവും വലിയ ഉണർവ് നടത്തുവാൻ നിർവഹിക്കാൻ ദൈവം അങ്ങനെ ഒരു സ്ത്രീയാണ് ഉപയോഗിച്ചത്. I want to tell you, Jesus wants to use women and young people today. ഞാൻ ഇന്ന് വളരെ ഉറപ്പോടെ പറയട്ടെ, ഈ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരായിരിക്കുന്ന യുവതികളെയും യുവാക്കന്മാരെയും യേശു ഉപയോഗിക്കുവാൻ ആഗ്രഹം. What must you do? നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? First of all, you decide you're going to stop criticizing, finding fault with people completely. ഒന്നാമത് നിങ്ങൾ എടുക്കുന്ന തീരുമാനം മറ്റുള്ള ഏതെങ്കിലും വ്യക്തികളുടെ ഓരോ കുറ്റങ്ങള് കണ്ടുപിടിക്കുന്ന പരിപാടി നിർത്തും. 100 faults, okay, let God deal with them. 100 കുറ്റങ്ങൾ അവർക്കുണ്ടായിരിക്കാം, അവരെ കൈകാര്യം ചെയ്യുവാൻ ദൈവത്തെ ഏൽപ്പിക്കുക. You're not God, you're not their judge, just leave them. നിങ്ങൾ അവരുടെ ന്യായാധിപതിയല്ല, നിങ്ങൾ ദൈവമല്ല, അവരെ വെറുതെ വിടുക. Leave your neighbors, mother-in-law, father-in-law, just leave them to God. നിങ്ങളുടെ അയൽക്കാരെയും നിങ്ങളുടെ അമ്മായിയെയും ഒക്കെ നിങ്ങൾ വെറുതെ വിടുക, ദൈവം അവരെ കൈകാര്യം ചെയ്യുക. Leave your husband and wife also to God, whatever their faults may be. നിങ്ങളുടെ ഭർത്താവിനെയോ നിങ്ങളുടെ ഭാര്യയെയോ അവർ കുറവുള്ളവരാണ്. Say, Lord, I'm going to seek you for the Holy Spirit to be poured out upon me. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവ് എന്റെ മേൽ പകരപ്പെടേണ്ടതിനായി ഞാൻ അങ്ങയെ മുഴു ഹൃദയത്തോടെ അന്വേഷിക്കുന്നു. Get alone with God. ദൈവമായിട്ട് തനിയെ സമയം ചെലവഴിക്കുന്ന പരിചയം ഉണ്ടാകട്ടെ. You don't have any other time. Wake up in the middle of the night in your bed and cry out to God. വളരെ തിരക്കുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പകൽ സമയം കിട്ടത്തില്ലെന്നവരിൽ അർദ്ധരാത്രിയിൽ അലാറം വെച്ച് ഉണർന്നെഴുന്നേറ്റ് ദൈവത്തിൽ ആത്മാവിന്റെ നിറവിനായി പ്രാർത്ഥിക്കുന്നു. I do that many times. എന്റെ ജീവിതത്തിൽ ഇന്നും പല സമയത്തും ഞാൻ Middle of the night God wakes me up. അർദ്ധരാത്രിയിൽ കർത്താവ് എന്നെ പല സമയങ്ങളിൽ ഉണർത്താറുണ്ട്. And I just cry out to Him. കർത്താവിനോട് എന്റെ ഹൃദയം തുറന്ന് ഞാൻ കരയുന്നു. Without any noise. ശബ്ദമുണ്ടാക്കാതെ ഞാൻ ചെയ്യാറ്. I don't want to wake up my wife. എന്റെ ഭാര്യ ഒരു പക്ഷേ എന്നെ അടുത്തിട തുറന്നുണ്ടാകും. അവരുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്താതെ. No, you can cry out to God without making a noise. വെളിയിൽ ഒരു ശബ്ദവും ആരും കേൾക്കാതെ ദൈവത്തോട് നിലവിളിക്കുവാൻ നമുക്ക് കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? You need the compassion of Jesus. യേശുവേ, അങ്ങയുടെ കരുണ, അങ്ങയുടെ മനസ്സിൽ എനിക്ക് തരണമേ എന്നുള്ള നിലവിളി. Teach me to weep for people.
മറ്റുള്ള ആളുകളെ ഓർത്ത് കരയുന്ന ഒരു പരിചയം എനിക്ക് തരണം. Give me the gift of prophecy. പ്രവചനത്തിന്റെ വരം എനിക്ക് ആവശ്യമുണ്ട്. Why don't you young boys and girls ask God for that? ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ, നിങ്ങൾ എന്നോട് കർത്താവിനോട് ഈ കാര്യം ചോദിക്കുന്നു. Kerala needs you. കേരളത്തിന് ഇവിടുത്തെ പ്രവൃത്തി തികയ്ക്കുവാൻ കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട്. And if God finds all the older brothers hard-hearted and boring, forget them. Let God raise up another generation among you that will prophesy. മുതിർന്ന സഹോദരങ്ങള് ഹൃദയകാഠിന്യമുള്ളവരായി ദൈവത്തെ അന്വേഷിക്കാതെ തുടർന്നാൽ നിങ്ങൾ തൽക്കാലം അവരുടെ കാര്യം മറക്കുക. നിങ്ങളെ കർത്താവ് അന്വേഷിക്കുന്നു, വിളിക്കുന്നു. നിങ്ങളുടെ ഹൃദയം അനുമന്താകെ തുറക്കുക. Let the other brothers stand up in the pulpit and waste time. You go and look for those little people here and there in different homes whom you can bless. സഭയുടെ മീറ്റിംഗുകളിൽ മൂപ്പന്മാര് പലരും വചനം പ്രസംഗിക്കുന്ന മട്ടിൽ നിങ്ങളെ സഭയെ മടുപ്പിച്ചുകൊണ്ട് അവരെ ചുവട് തുടരട്ടെ. നിങ്ങൾ അവിടെ ഇവിടെയും ആവശ്യത്തിലുള്ളവരെ മൂപ്പന്മാരെ വിമർശിക്കുക, അവർക്കെതിരെ മത്സരിക്കുക ചെയ്യേണ്ട. അവര് ചെയ്യുന്ന കാര്യം തുടരട്ടെ. ദൈവത്തിന്റെ ദുഃഖകരമായ സത്യം ഞാൻ പറയാം, പല മൂപ്പന്മാരെയും ദൈവം മാറികടക്കുകയാണ് കാരണമുള്ളവരായി. ദൈവത്തെ അന്വേഷിക്കുവാനാണ് മനസ്സ് അവരുടെ ജീവിതത്തിൽ നിന്നും കർത്താവിന്റെ അഗ്നി കെട്ടടങ്ങിയിരിക്കുകയാണ്. നിങ്ങളുടെ മേൽ, ചെറുപ്പക്കാരായ നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ അഗ്നി അയക്കേണ്ടതിനായി നിങ്ങൾ ദൈവത്തിനോട് ചോദിക്കുക. സഹോദരിമാരെ, നിങ്ങൾ ചോദിക്കും. സഭയിലെ ഇത്തരത്തിലുള്ള മത്സരത്തിന്റെ ആത്മാവിനെ നിങ്ങൾ കൊണ്ടുവരരുത്. അവിടെ പോവുക, മത്സരത്തിന്റെ ആത്മാവില്ലാതെ കേട്ടിരിക്കുക, വിരസതയാകാം, വീട്ടിലേക്ക് മടങ്ങി വരിക. എന്നിട്ട് കർത്താവിനോട് ചോദിക്കുക, ഈ ആഴ്ചയുടെ തുടർന്ന് 4 ദിവസം അങ്ങനെ ഞാൻ എന്താണ് ചെയ്യുന്നത്? എനിക്ക് അവിടുത്തെ ആത്മാവിനാൽ അനുഗ്രഹിക്കാൻ കഴിയുന്ന 1-2 പേരെങ്കിലും ഈ ആഴ്ചയുടെ ദിവസങ്ങളിൽ കൊണ്ടുവരണമേ. അത് നിങ്ങൾക്ക് ഇന്ന് തുടങ്ങാൻ കഴിയും. അങ്ങനെ നിങ്ങൾ ഈ കാര്യത്തിൽ ഹൃദയം വെച്ചാൽ ഇന്നേക്ക് 10 വർഷം കഴിയുമ്പോൾ കർത്താവിന്റെ ഏറ്റവും വിശ്വസ്തനായ ശക്തനായിരിക്കുന്ന ഒരു മുതിർന്ന തലമുറയെ കർത്താവ് മറികടന്ന് പോയെന്ന് വന്നേക്കാം. പക്ഷേ നിങ്ങളിലൂടെ ദൈവം തന്നെ പ്രവൃത്തി തുടരും. Once Paul told the Jews like this in Acts 28. അപ്പോസ്തലർ 28-ാം അധ്യായത്തിൽ ഒരിക്കൽ പൗലോസ് യഹൂദന്മാരോട് ഇങ്ങനെ പറഞ്ഞു. He said, God, the Holy Spirit has spoken like this, verse 25. 25-ാം വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. You people will keep on hearing, but you won't understand. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും, പക്ഷെ ഗ്രഹിക്കത്തില്ല. And since you people don't listen to God, നിങ്ങൾ ദൈവത്തിന് ചെവി കൊടുക്കാതിരിക്കുന്നു. Verse 28, God is not giving you a message to the Gentiles. 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഇങ്ങനെ നിങ്ങൾ ഹൃദയകാഠിന്യമുള്ളവരായതുകൊണ്ട് പരിശുദ്ധാത്മാവ് 29-ാം വാക്യം, ഈ രക്ഷ ദൈവം ജാതികൾക്ക് അയച്ചിരിക്കുന്നു. So sometimes God pleads and pleads and pleads with certain people, and they become so hard-hearted. God says, "Okay, I finished with you. I'm going to use somebody else now." ചിലപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തുടർമാനമായി പ്രായമുള്ള ചിലരോട് വാദിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അവർ ചെവി കൊടുക്കാതെ വരുമ്പോൾ ദൈവത്തെ മറികടന്നിട്ട് മറ്റുള്ള ചെറുപ്പക്കാരിലേക്ക് തിരിയും. നമ്മുടെ സഭകളില് ഇങ്ങനൊരു കാര്യം നിശ്ചയമായി നടക്കും. ഒരു സഭയുടെ മുമ്പിലായിരിക്കുന്നു പറഞ്ഞാൽ എത്രയും ഗൗരവമേറിയ ഭാരമുള്ള ഒരു ചുമതലയാണ്. നാം ശീതോഷ്ണവന്മാരായി നാം കർത്താവിന്റെ വഴിയിൽ മനസ്സ് വെക്കാത്തവനായാൽ നമ്മെ വായിൽ നിന്ന് തൂക്കിക്കളയുമെന്നാണ് ദൈവത്തിന്റെ. അതുകൊണ്ട് മനസ്സിലുള്ള ഒരു ഹൃദയം നമുക്ക് തരേണ്ടതിനായി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ക്രൂശിന്റെ സന്ദേശം മനസ്സലിവിന്റെ സന്ദേശമാണ്. ദൈവം നമ്മെ സഹായിക്കും.